ഇത് ഇത്തരത്തിലുള്ള റിഫ്ലക്ടറുകൾ റോഡിന്റെ സെന്ററിലായിട്ട് റിഫ്ലക്ടർ ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ക്യാമറയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ ലഭ്യമാണ്. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എപ്പോഴും ഏറ്റവും കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് ചേർന്നാണോ ഒരു വണ്ടി പോകുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ബിഗിനേഴ്സിന് ഉണ്ടാകാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ലെഫ്റ്റ് സൈഡ് മനസ്സിലാക്കാനായിട്ടുള്ള 3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ പോയിന്റ് അനുസരിച്ച് ഞാൻ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. അതനുസരിച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്തുകൊണ്ട് ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് വാഹനം ലെഫ്റ്റ് സൈഡ് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള 3 പോയിന്റ്സ് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഞാൻ പറയുന്ന പോയിന്റുകൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ 3 പോയിന്റുകൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ നിങ്ങളുടെ മിറർ എല്ലാം കൃത്യമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വണ്ടിയുടെ ബാക്ക് സൈഡ് ക്ലിയർ ആയിട്ട് കാണാൻ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും സെൻറ്ററിലെയും മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി വാഹനം നിങ്ങൾ ഓടിച്ചു തുടങ്ങുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓടിക്കുന്ന റോഡ് വീതി കുറഞ്ഞതോ കൂടിയതോ ആയിക്കോട്ടെ, ഏത് റോഡിലാണെങ്കിലും ആ റോഡിൻ്റെ സെൻറ്ററിലൂടെ നിങ്ങളുടെ വാഹനം പോകുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിങ്ങനെ പറയുന്നത് ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്ന ബിഗിനേഴ്സിൻ്റെ ഒരു മെയിൻ പ്രോബ്ലമാണ്. ഒരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ആവറേജ് റോഡിന് വീതി കൂടുതലാണെങ്കിൽ അവരെപ്പോഴും റോഡിൻ്റെ സെൻറ്ററിലൂടെ വാഹനം ഓടിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് എങ്ങനെ കൃത്യമായിട്ടും റോഡിൻ്റെ സെൻറ്ററിലൂടെ വാഹനം പോകുന്നു എന്ന് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒട്ടുമിക്ക ചെറിയ റോഡുകളിലാണെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള റിഫ്ലക്ടറുകൾ റോഡിൻ്റെ സെൻറ്ററിലായിട്ട് റിഫ്ലക്ടർ ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ലൈറ്റിനോട് ചേർന്ന് നമ്മളുടെ റൈറ്റ് സൈഡ് ഇങ്ങനെ ചേർന്നാണ് പോകുന്നതെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മളുടെ വാഹനം റോഡിൻ്റെ സെൻറ്ററിലൂടെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചില റോഡുകളിൽ വൈറ്റ് ലൈനുകൾ ഇടവിട്ടിട്ടുള്ള വൈറ്റ് ലൈനുകൾ ഉണ്ടാകും. ആ ലൈനിനോട് ചേരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതൊന്നുമില്ലെങ്കിലും നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് എപ്പോഴും റോഡിൻ്റെ സെൻറ്ററിലൂടെ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലായാൽ പിന്നെ നമുക്ക് വളരെ ഈസിയായി ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ചും കൂടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ചേർക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ ഈ ഒരു കാര്യം തുടക്കത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിലുള്ള ഒരു പ്രോബ്ലം, ചൊട്ടയിലെ ശീലം ചുടല വരെ. അതായത് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു കാര്യമാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് നമ്മൾ വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ എപ്പോഴും റോഡിൻ്റെ സെൻറ്റർ ചേർന്ന് വാഹനം ഓടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് ആദ്യത്തെ ഒരു പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ മിറർ കൃത്യമായിട്ട് നോക്കണം. മിറർ നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, വണ്ടി നിർത്തിയിട്ട് കാണിച്ചു തരാം. നിങ്ങളുടെ വാഹനത്തിന്റെ ബോഡി ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണണം. അതായത് സൈഡിൽ നമുക്ക് വാഹനത്തിന്റെ ബോഡി ഏരിയ ക്ലിയർ ആയിട്ട് കാണണം. പിന്നെ സെൻട്രലായിട്ട് ആ റോഡ് ഏരിയ നമുക്ക് ക്ലിയർ ആയിട്ട് കാണണം. പിന്നെ ഔട്ട് സൈഡിലുള്ള ചെറിയ കുഴികള് പുല്ലുകള് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണണം. ഈ ഒരു സമയത്ത് നമ്മളുടെ വാഹനത്തിന്റെ ഈ റോഡ് ഏരിയ കവർ ചെയ്തുകൊണ്ട് ബോഡി ഏരിയ ഈ ഔട്ട് സൈഡിലുള്ള ഒബ്ജക്റ്റുകളിലേക്ക്, ഉദാഹരണം പറയും ചെറിയ പുല്ലായിരിക്കാം അല്ലെങ്കിൽ കുഴിയായിരിക്കാം, അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുക. എപ്പോഴും ഈ റോഡ് ഏരിയയുടെ ഗ്യാപ്പ് നമുക്ക് ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണാവുന്ന രീതിയിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ മിറർ ജഡ്ജ് ചെയ്യുക. നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ ഈ ഗ്യാപ്പ് ഫില്ലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ടും വെളിയിലേക്ക്, അതായത് ഔട്ട് സൈഡിലുള്ള ഒബ്ജക്റ്റുകളിലേക്ക് ഇറങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, എനിക്ക് കൃത്യമായിട്ടും നമ്മളുടെ വാഹനത്തിന്റെ സൈഡ് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ റോഡ് ഏരിയ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ ഏറ്റവും ഔട്ട് സൈഡിൽ വരുന്ന ആ ഒരു ഒബ്ജക്റ്റുകൾ, അതായത് പുല്ലായിക്കോട്ടെ കുഴി ആയിക്കോട്ടെ, അതൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് പൂർണ്ണമായിട്ട് ജഡ്ജ് ചെയ്യുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ 2 ക്യാമറയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ ലഭ്യമാണ്. ഇതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ ആ സെൻറ്ററിലുള്ള സ്റ്റിക്കർ ഒന്ന് നോക്കുക. ഞാൻ റോഡിന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ഈ സ്റ്റിക്കറാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ നോക്കുക, ആ സ്റ്റിക്കർ വെച്ച് നോക്കി നമ്മൾ ഓടിച്ചു വന്നപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ഇടത്തെ ടയർ നിങ്ങൾ നോക്കുക ഈ റോഡിൻ്റെ എൻഡിലാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും വാഹനം ലെഫ്റ്റ് സൈഡിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇനി നിങ്ങൾ അകത്തെ ക്യാമറയിൽ നിന്ന് എന്നെ നോക്കുക. ഞാനിപ്പോൾ സ്റ്റിക്കറിൻ്റെ വെളിയിലാണ്. നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ ഞാൻ സ്റ്റിക്കറിൻ്റെ പൂർണ്ണമായിട്ടും വെളിയിലാണ്. ഈ ഒരു സമയത്ത് വാഹനം ഡ്രൈവ് ചെയ്ത് വരുന്ന അവസരങ്ങളിൽ ഒരു കാരണവശാലും എന്നെ വണ്ടി തട്ടത്തില്ല. പക്ഷെങ്കിൽ ഞാനിത് ഈ ഒരു സ്പേസിലേക്ക് മാറുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, സ്റ്റിക്കറിൻ്റെ ഉള്ളിലായിട്ടാണ് ഞാനുള്ളത്. അപ്പോൾ വാഹനം ഡ്രൈവ് ചെയ്ത് വരുന്ന അവസരങ്ങളിൽ ഈ ഒരു ഗ്യാപ്പിട്ട് നിങ്ങൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് മുന്നിലുള്ള ഒബ്ജക്റ്റുകളെ ജഡ്ജ് ചെയ്യുക. അങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ പ്രോപ്പറായിട്ട് ഈ സ്റ്റിക്കറിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വാഹനം കുറച്ചും കൂടി ഈ സൈഡിലേക്ക് മാറ്റി ഓടിക്കുക. സ്റ്റിക്കറിൻ്റെ വെളിയിലായിട്ടാണ് നിങ്ങൾക്ക് ഒബ്ജക്റ്റുകളെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജഡ്ജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നിങ്ങളുടെ വാഹനം റോഡിൻ്റെ സെൻറ്ററിലൂടെയാണോ പോകുന്നതെന്ന് കൃത്യമായിട്ട് നോക്കുക. സെൻറ്ററിലൂടെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനം മാറ്റുക. ആ ഒരു സമയത്ത് നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൂടുതൽ സൈഡിലുള്ള കുഴികളിലേക്കോ അല്ലെങ്കിൽ സൈഡിലുള്ള ഒബ്ജക്റ്റുകളിലേക്കോ പോകുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുക. മിറർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ബോഡി ഏരിയ ക്ലിയർ ആയിട്ട് കാണണം. പിന്നെ അതോടൊപ്പം തന്നെ ആ റോഡ് ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ സൈഡിലുള്ള ഒബ്ജക്റ്റുകൾ, സൈഡിലുള്ള കുഴികളായിരിക്കാം അല്ലെങ്കിൽ ചെറിയ പുല്ലുകളായിരിക്കാം, അത് ക്ലിയർ ആയിട്ട് കാണണം. ചെറിയൊരു സ്പേസ് റോഡ് ഏരിയയുടെ ഉണ്ടായിരിക്കണം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ എനിക്ക് റോഡ് ഏരിയയുടെ ഒരു സ്പേസ് ആ സൈഡിൽ കാണാം, സൈഡിലുള്ള ഒബ്ജക്റ്റുകളെ കാണാൻ കഴിയുന്നുണ്ട്, വണ്ടിയുടെ ബോഡി ഏരിയയും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് വേണം നിങ്ങൾ ഇടയ്ക്ക് ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കേണ്ടത്. ഇനി നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഇങ്ങനെ നോക്കി ഓടിക്കുക എന്നുള്ളതല്ല. നോട്ടം എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് നോക്കുക, വീണ്ടും നമ്മുടെ നോട്ടം റോഡിലേക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് അനുസരിച്ച് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മുന്നിൽ ആൾക്കാരുണ്ടാകാം അല്ലെങ്കിൽ സൈഡിലുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ മുന്നിലാണ് കാണുന്നത്. ആ ഒരു സമയത്ത് നമുക്കിത് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല. ആ ഒരു സമയത്ത് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് നേരെ നോക്കിയാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നേരത്തെ ഓൾറെഡി ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മളെപ്പോഴും ഒരു വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ജഡ്ജ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, സെൻറ്ററിലായിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കറിൻ്റെ വെളിയിലായിട്ടാണ് സൈഡിലുള്ള ഒബ്ജക്റ്റുകളുള്ളത്. നിങ്ങൾ സൈഡിൽ ഒരു വാഹനം കിടക്കുന്ന നോക്കിയേ, ഈ സ്റ്റിക്കറിൻ്റെ വെളിയിലാണ്. ഇതേ ഇവിടെ ആൾക്കാർ നിൽക്കുന്നു, ഈ സ്റ്റിക്കറിൻ്റെ വെളിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, ഈ സൈഡിൽ കിടക്കുന്ന വാഹനം സ്റ്റിക്കറിൻ്റെ വെളിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും തട്ടത്തില്ല. എന്നാൽ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന അവസരങ്ങളിൽ ഈ സ്റ്റിക്കറിൻ്റെ ഉള്ളിലായിട്ടാണ് മറ്റു വാഹനങ്ങൾ സൈഡിലുള്ള ഒബ്ജക്റ്റുകൾ ഉള്ളതെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വാഹനം മുന്നിലുള്ള ഒബ്ജക്റ്റുകളിൽ തട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഇനി പലരുടെ ഒരു സംശയമാണ്, ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാ സമയത്തും ഏതൊരു വാഹനത്തിലും നമുക്ക് ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയുമോ? ഏതൊരു വാഹനത്തിലും നിങ്ങളുടെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയും. അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനെ നോക്കിയല്ല ജഡ്ജ് ചെയ്യേണ്ടത്. നമ്മൾ പൂർണ്ണമായിട്ടും ഡ്രൈവിംഗ് സീറ്റിൽ എങ്ങനെയാണോ കംഫർട്ടായിട്ടിരിക്കുന്നത് ആ മെത്തേഡ് അനുസരിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് വേണം നിങ്ങൾ ജഡ്ജ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഇനി വാഹനം ഓടിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, പ്രാക്ടീസ് ചെയ്യണം. വാഹനം ഓടിക്കുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് അനുസരിച്ച് നമ്മുടെ വണ്ടി റോഡിൻ്റെ സെൻറ്ററിലൂടെ പോകുന്നുണ്ടോ എന്ന് നോക്കുക. സെൻറ്ററിലൂടെ പോകുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കാൻ ശ്രമിക്കുക. ആ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് മനസ്സിലാക്കാനായിട്ട് ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ നോക്കുക. ആ ഒരു സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ബോഡി ഏരിയ ക്ലിയർ ആയിട്ട് കാണണം. അതോടൊപ്പം തന്നെ സൈഡിലുള്ള ഒബ്ജക്റ്റുകൾ, സൈഡിലുള്ള കുഴികൾ, പുല്ലുകൾ ക്ലിയർ ആയിട്ട് കാണണം. ഇതിനിടയിൽ നമുക്ക് റോഡ് ഏരിയ കാണണം. ഇങ്ങനെ മൂന്നായിട്ട് മിററിനെ കൃത്യമായിട്ട് തിരിക്കുക. ഈ ഒരു സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ബോഡി ഏരിയ ഈ റോഡ് ഏരിയയും കവർ ചെയ്ത് സൈഡിലുള്ള ഒബ്ജക്റ്റുകളിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ വാഹനം റോഡിൻ്റെ വെളിയിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഫ്രണ്ട് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ച് ദീർഘദൂരം മുന്നോട്ട് നോക്കിക്കൊണ്ട് വാഹനം ഓടിക്കുക. ഓടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ വെച്ച് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടും ആ സ്റ്റിക്കറിൻ്റെ ഇടത്തെ സൈഡിൽ വെളിയിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് സൈഡിലുള്ള ഒബ്ജക്റ്റുകളെ കാണണം. ഒരു കാരണവശാലും സ്റ്റിക്കറിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഈ 3 പോയിന്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും.